ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് വിശുദ്ധ വാരത്തിൻ്റെ നട തുറക്കുകയാണ്. നോമ്പ് കാലത്തിൻ്റെ പരിസമാധിയിലേക്ക് നടക്കുകയാണ് നാം ഇപ്പോൾ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തുവിലൂടെ സാധ്യമായ രക്ഷാകര രഹസ്യങ്ങൾ അനുസ്മരിക്കുന്ന പുണ്യദിനങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. വിശുദ്ധ വാരത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ഈ ഓശാന തിരുനാൾ പല പുണ്യ ഓർമ്മകളുടെയും പവിത്രമായ ഒരാചരണവുമാണ്. കൈകളിൽ കുരുത്തോലകളോ മരച്ചില്ലകളോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹോസാന എന്ന് ഉറക്കെ പാടുന്ന ദൈവമക്കൾ കഴിഞ്ഞ കാലത്തെ ഒരു ചരിത്ര സംഭവത്തെ ആവിഷ്കരിക്കുന്നതോടൊപ്പം മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വരുന്നവൻ സാക്ഷാൽ ദൈവമകനാണെന്നും തങ്ങളുടെ വിമോചകനാണെന്നും ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കുവാനുള്ള സമയം സമാഗതമായി എന്ന് തിരിച്ചറിയുന്നവൻ തൻ്റെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനുമായി ദൈവം നിശ്ചയിച്ച ജെറുസലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന രംഗമാണ് എന്ന് തിരുവചനത്തിൽ നാം ധ്യാനിക്കുക. ദാരിദ്ര്യത്തിൻ്റെയും എളിമയുടെയും ലാളിത്യത്തിൻ്റെയും നിറകുടമായവൻ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നു. സഖറിയായുടെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പു വിളിക്കുക. ഇതാ, നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ വിനയാദിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഈശോയുടെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെക്കുറിച്ച് ചരിത്രപരമായി ചിന്തിക്കുമ്പോൾ ഇതിൽ യാതൊരു പുതുമയും നമുക്ക് കാണാൻ കഴിയുകയില്ല. കാരണം യേശുവിനു മുമ്പും പല രാജാക്കന്മാരും തങ്ങളുടെ രാജകീയ പ്രവേശനം വിളിച്ചോതി കടന്നുപോയ ഒരു പട്ടണമായിരുന്നു ജെറുസലേം. എന്നാൽ ഇതിൽ നിന്നൊക്കെയും തികച്ചും വ്യത്യസ്തമായി സമാധാനം പ്രസംഗിച്ചുകൊണ്ട് കയറി വരുന്ന യേശുവിനെയാണ് ഇന്ന് നാം കണ്ടുമുട്ടുക. ഇതാണ് അവിടുത്തെ രാജകീയ പ്രവേശനത്തിൻ്റെ സവിശേഷതയും വ്യത്യസ്തതയും. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ജനത്തിൻ്റെ നിലവിളിക്ക് സ്വയം ഒരു ബലിവസ്തുവായി സമർപ്പിച്ച് സകല ജനപദങ്ങൾക്കും രക്ഷയൊരുക്കുന്ന ഒരു ദൈവത്തെയാണ് യേശുവിൽ നാം കണ്ടുമുട്ടുക. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ ചില പ്രത്യേകതകൾ ധ്യാനിക്കാനായി നമുക്ക് പരിശ്രമിക്കാം. ആദ്യമായിട്ട് നാം കാണുക, ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി 2 ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്ന കർത്താവിനെയാണ്. അവർ പോയി അവൻ പറഞ്ഞതുപോലെ അവർ പറഞ്ഞു. അതായത് ഒരു ക്രിസ്തു ശിഷ്യന്റെ പ്രധാന ദൗത്യം ഇതാണ്: അവൻ അയക്കുന്നിടത്തേക്ക് പോകാൻ സന്നദ്ധരാകുക, അവൻ പറയുന്നത് ചെയ്യുക, അവൻ നിർദ്ദേശിക്കുന്നത് മാത്രം പറയുക. ആകയാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും യേശുവിൻ്റെ വചനമായിരിക്കണം. വചന പൂർത്തീകരണമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ശിഷ്യന്മാർ കൊണ്ടുവന്ന കഴുത അവരുടെ സ്വന്തമായിരുന്നില്ല, അത് മറ്റാരുടേത് ആയിരുന്നു. എങ്കിലും കർത്താവിന് അതിന് ആവശ്യമുണ്ടെന്നറിഞ്ഞപ്പോൾ ഉടമസ്ഥൻ അതിനെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നു. കർത്താവിന് ഇന്ന് ജനമധ്യത്തിലേക്ക് കടന്നു ചെല്ലാൻ, അവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ നമ്മെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുവാൻ നാം തയ്യാറാകണം. കൊണ്ടുവന്ന കഴുതപ്പുറത്ത് കർത്താവ് കയറിയിരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മേൽ വസ്ത്രം വിരിച്ചു എന്ന് വചനത്തിൽ നാം വായിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ വാഹകരാകുവാൻ, ദൈവത്തെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളൊരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളിൽ നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്,
നീ തിരിച്ചറിയുക. ആ ശരീരത്തിൽ ദൈവം വസിക്കണമെങ്കിൽ അത് ശുദ്ധിയുള്ളതായിരിക്കണം, നിർമ്മലമായിരിക്കണം. വീണ്ടും ജനക്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണുമ്പോൾ മനോഹരമായ കാഴ്ച, അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ തെരുവീഥികളിൽ വിരിച്ചു. മറ്റു ചിലർ പച്ചില കൊമ്പുകൾ മുറിച്ച് നിരത്തി. ഒരൽപ്പം ശ്രദ്ധയോടുകൂടി ഈ വാക്യങ്ങൾ വായിച്ച് ധ്യാനിച്ചാൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യന് നൽകിയ ആദ്യ കൽപ്പന ലംഘിച്ച മനുഷ്യന്റെ പതനത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ദൈവകൽപ്പന ലംഘിച്ച നിമിഷം അവർ നഗ്നരാണെന്ന് തിരിച്ചറിയുന്നു. ദൈവദൃഷ്ടിയിൽ നിന്നും ഓടിയകലുവാൻ അവർ പരിശ്രമിക്കുന്നു. ആകയാൽ ആദ്യമായിട്ട് മനുഷ്യൻ വസ്ത്രം ധരിച്ചത് ദൈവത്തിൽ നിന്നും അകലുവാനായിട്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ പാപത്തിൽ നിന്നും മാനവകുലത്തെ രക്ഷിക്കുവാനായിട്ട് ലോകത്തിൽ അവതരിച്ച മിശിഹായാണ് തങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നതെന്ന് തിരിച്ചറിയുന്ന ജനത പാപത്തിൻ്റെ പ്രതീകമായ ആ വസ്ത്രങ്ങളെ അവൻ കടന്നു പോകുന്ന വഴികളിൽ വിരിക്കുവാനായിട്ട് സന്നദ്ധരാകുന്നു. അങ്ങനെ വിരിച്ച വസ്ത്രങ്ങളുടെയും വിതറിയ മരച്ചില്ലകളുടെയും മുകളിലൂടെ കർത്താവ് കടന്നുപോയി. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയ യാഥാർത്ഥ്യങ്ങളെ മനുഷ്യപുത്രന്റെ മുമ്പ് കാഴ്ചവെച്ചപ്പോൾ അവിടുന്ന് ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്തു. ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരുമ്പോൾ നാം ചെയ്യേണ്ടതും ഇത് തന്നെയാണ്. ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്ന എല്ലാം തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ നാം സന്നദ്ധരാകണം. ഈ വിശുദ്ധവാര ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷാകര ദിനമായി മാറണമെങ്കിൽ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്ന യാഥാർത്ഥ്യങ്ങളെ അവിടുത്തെ മുമ്പിൽ അർപ്പിക്കാൻ നാം സന്നദ്ധരാകണം. ഒപ്പം നമ്മുടെ ഭവനത്തിലേക്ക് നാം കൊണ്ടുപോകുന്ന ഈ കുരുത്തോല ക്രിസ്തുവിനെ ഞാൻ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചതിൻ്റെ അടയാളമായിരിക്കണം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.